ഹായ് എവ്രി വൺ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ആൻസർ കീ ഡിസ്കസ് ചെയ്തായിരുന്നു. ക്വസ്റ്റ് നമ്പർ 1 to ക്വസ്റ്റ് നമ്പർ 30. ഈ സെഷനിൽ നമ്മൾ 31 to 100, അതായത് നമ്മൾ ഈ സെഷനോട് കൂടി കംപ്ലീറ്റ് ആൻസർ കീ നമ്മൾ ഡിസ്കസ് ചെയ്യും, വിത്ത് കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് വൺ മോർ തിങ്, കഴിഞ്ഞ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് ചെയ്തിരുന്നില്ല, PSC ആൻസർ കീ റിലീസ് ചെയ്തിരുന്നില്ല. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് 26ഉം ക്വസ്റ്റ്യൻ നമ്പർ 27ഉം ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 26 ഞാൻ ഡിസ്കസ് ചെയ്തത് ആൻസർ D എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ PSCയുടെ ആൻസർ കീയിൽ C എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി തെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോഴേക്കും ആൻസർ കീ വന്നിട്ടില്ലായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ബേസിക്കലി എന്താണെന്ന് പറഞ്ഞാൽ ആൻസർ കീയിൽ C എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഓൺലി 1 and 3. പക്ഷേ ഇവിടെ എന്താണ് ആക്ച്വലി വെക്കാർ പ്രോസസ്സിൽ പലേഡിയം 2 എന്തായി മാറുന്നുണ്ട്, പലേഡിയം 0 ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ട്, റെഡ്യൂസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആക്ച്വലി ആ ആൻസർ കീ തെറ്റാണ്. ഇവിടെ എന്തായിരിക്കും, ഓൾ ആർ കറക്റ്റ് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 27 സിഗ്ലർ നാറ്റ പോളിമറൈസേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ തന്നത് 27A ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 27A, ഓക്കെ, 27A തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈലി ബ്രാഞ്ച്ഡ് പോളിമർ. തെറ്റാണ്, ലീനിയർ പോളിമർ തന്നെയാണ്. ഇത് തെറ്റാണ്. പക്ഷേ നോക്കൂ, ടെട്രാ ഈത്തൈൽ അലൂമിനിയമാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എന്താണ്, ട്രൈ ഈത്തൈൽ അലൂമിനിയമാണ് എന്താണ് കോ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഇതും എന്തായിരിക്കും, തെറ്റായിരിക്കും. ഓക്കെ, 1 and 3 എന്തായിരിക്കും, തെറ്റായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷനും ഇവിടെ ഇല്ല. ഓക്കെ, അതാണ് പ്രശ്നം. ഇവിടെ ബേസിക്കലി എന്താണ്, ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ 1 and 3 റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ്, ഇനി നമ്മുടെ സെഷനിലേക്ക് വരാം. 31 to 100 ഫുള്ളി നമ്മൾ കവർ ചെയ്യുന്നതാണ്. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയേജന്റ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് ഗ്രൂപ്പ് 3 കാറ്റയോൺസ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് NH4Cl-ഉം NH3-യുമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 31C. നൗ 32 മാച്ച് ദ ഫ്ലെയിം കളർ വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. ആപ്പിൾ ഗ്രീൻ എന്താണ്, ബേരിയമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതേപോലെ ഫേമസ് ആയിട്ടുള്ളതാണ് ക്രിംസൺ റെഡ്. ഓക്കെ, സ്ട്രോൺഷ്യമാണ്. പിന്നെ വയലറ്റ് വരുന്നത് പൊട്ടാഷ്യമാണ്. ബ്ലാക്ക് ബ്രിക്ക് റെഡ് വരുന്നത് കാൽഷ്യമാണ്. ഒന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാരണം 1 എന്താണ്, B ആണ്. 1B, 2 എന്താണ്, 2D, 3A, 4C. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആപ്പിൾ ഗ്രീൻ ബേരിയം ആണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 33, വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് Q ടെസ്റ്റ് ഇൻ ഡാറ്റ അനാലിസിസ്. അതായത് നമ്മൾ കുറച്ച് ഡാറ്റ പോയിന്റ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാ ഇങ്ങനെ ഒരു 3 to 10 ഒബ്സർവേഷനിൽ ലെറ്റ്സ് സേ ഇങ്ങനെ നമുക്ക് പോയിന്റ്സ് കിട്ടി. അപ്പോൾ എന്താണ്, ബേസിക്കലി ഈ വാല്യൂ എന്താണ്, നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വാല്യൂ ആണ്. കാരണം ഇവരൊക്കെ എന്താണ്, കുറച്ചുകൂടെ നിയറാണ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂവിനെ ബേസിക്കലി റിജക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്, Q ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഡിറ്റക്ട് ഔട്ട്ലയേഴ്സിൻ്റെ ഡാറ്റ സെറ്റ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഓപ്ഷൻ. ഇതുമായി റിലേറ്റഡ് ആയി കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, എങ്ങനെ നമുക്ക് Q വാല്യൂ കണ്ടുപിടിക്കാം എന്നുള്ളത്. എനിവേ, നൗ 34, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. EDTA നമുക്കറിയാം, ഹെക്സാഡെൻഡേറ്റ് ആണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഫോംസ് എ സ്റ്റേബിൾ കോംപ്ലക്സ് വിത്ത് മോസ്റ്റ് മെറ്റൽ അയോൺസ് വിച്ച് ഇസ് ആക്ച്വലി എന്താണ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. നോക്കൂ, ഇനി ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ചേഞ്ച് കളർ വെൻ ഇറ്റ് ബൈൻഡ്സ് ടു മെറ്റൽ അയോൺ. യെസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ കാൽമഗൈറ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇവരുടെ കളർ എന്തായിരിക്കും, പിങ്കിൽ നിന്ന്, അതായത് എൻഡ് പോയിന്റിൽ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എൻഡ് പോയിന്റിൽ ഇൻഡിക്കേറ്റർ പിങ്കിൽ നിന്ന് ബ്ലൂയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് EDTA ടൈട്രേഷൻസ് ആർ എഫക്റ്റഡ്, ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ്. ഓക്കെ, എഫക്റ്റഡ് ബൈ pH ചേഞ്ചസ്. അപ്പോൾ എന്തായിരിക്കും, ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ B. നൗ ക്വസ്റ്റ്യൻ നമ്പർ 35, ഇവിടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്താണ്, റോങ് ആണ് കേട്ടോ.
ദിസ് ഈസ് ആക്ച്വലി റോങ്. അഗെയിൻ പി എസ് സിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. കാരണം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം നിങ്ങൾ കണ്ടോ, C8 എന്താണ് മോളിക്കുലാർ ഫോമുല തന്നിരിക്കുന്നത്? C8H10O2 എന്നാണ് മോളിക്കുലാർ ഫോമുല തന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതാ 1 ഓൾ 1 ഓൾ 1 ഓൾ, അതായത് ഒരു ഓക്സിജൻ ആണുള്ളത്. മോളിക്കുലാർ ഫോമുലയിൽ എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ ആണ് ഉള്ളത്. അതേപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫിനൈൽ കാണാം. കാർബണിൻ്റെ എണ്ണം നോക്കുമ്പോഴും എന്തായിരിക്കും? കാർബണിൻ്റെ എണ്ണം ഫിനൈലും പ്രൊപ്പുമാണ് മാക്സിമം ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ അതും എന്തായിരിക്കും? തെറ്റായിരിക്കും. അങ്ങനെ അതായത് 8 കാർബണിനേക്കാളും കൂടുതലുണ്ടാവും. സോ ബേസിക്കലി ഈ ക്വസ്റ്റൻ എന്താണ്? റോങ് ആണ്. ഓക്കെ, സോ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കസിങ് ദിസ്. സോ 35, yeah. Now 36, the inductive effect in organic compound is mainly due to, inductive effect നമുക്കറിയാം അല്ലേ? CH3 CH2 CH2 Cl എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? ബിക്കോസ് ഓഫ് സിഗ്മ ബോണ്ട് പോളറൈസേഷൻ ആണ്. സിഗ്മ ബോണ്ട് പോളറൈസേഷൻ ബിറ്റ്വീൻ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് കൊണ്ടാണ് അല്ലേ? നമുക്കറിയാം ഇറ്റ്സ് എ പെർമനൻറ്റ് എഫക്റ്റ്. ഇറ്റ്സ് എ പെർമനൻറ്റ് എഫക്റ്റ് ആണ് അല്ലേ? ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്താണ്? ടെമ്പററി എഫക്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും പറയുകയാണ്. ആഫ്റ്റർ 3 കാർബൺ ഇതെന്താവും? 3 കാർബൺ ആറ്റം ഇറ്റ് ആക്ച്വലി ഡിമിനിഷസ്. ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. 36 സി. നൗ 37, which of the following carbocation is most stable? എന്താണ്? ടേഴ്ഷ്യറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി. ഇനി ഇവിടെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇവരുടെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ബിക്കോസ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇനി ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ ഹൈപ്പർ കോൺജുഗേഷനും ഇൻഡക്റ്റീവ് എഫക്റ്റും ഉണ്ടെങ്കിൽ നോക്കൂ, രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ മോർ അപ്രോപ്രിയേറ്റ് എന്തായിരിക്കും? ഹൈപ്പർ കോൺജുഗേഷൻ ആയിരിക്കും, പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 37D. നൗ 38, എഗെയിൻ ഇവിടെ നോക്കൂ, C5H10O2 എന്നാണ് മോളിക്കുലാർ ഫോമുല കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഒരു കോമ്പൗണ്ടിലും എന്തില്ല? 5 കാർബൺ ഇല്ല. ഓക്കെ, സോ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ്. നോക്കൂ, ദാ മോളിക്കുലാർ ഫോമുല നോക്കിയിരിക്കുന്നത്, ദാ ഒരു കോമ്പൗണ്ട് സി എന്ന് പറയുന്നത് C5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ ഒന്നിൽ പോലും എന്തില്ല? 5 കാർബൺസ് ഇല്ല. എല്ലാത്തിലും 1 2 3 4 കാർബൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റിനും എന്താണ്? റോങ് ആണ്. ഓക്കെ, നൗ 39, which type of reaction mechanism is followed in the conversion of tertiary butyl chloride? tertiary butyl chloride എന്ന് പറയുമ്പോൾ കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ആക്ച്വലി tertiary butyl chloride ടു എന്താണ്? യെസ്, ഇവിടെ CH3, യെസ്, ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? യെസ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ടേഴ്ഷറി ആയതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? SN1 ആയിരിക്കും അല്ലേ? SN1 ആയിരിക്കും കറക്റ്റ് ആൻസർ. Now, question number 40, the absolute configuration of a chiral center in a molecule is assigned as RS based on what? ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? എന്തായിരിക്കും? CIP റൂൾസ്, ക്യാൻ ഇൻഗോൾഡ് പ്രലോഗ് റൂൾസ്. ഞാനൊരു സെഷൻ വേറെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, EZRSDL നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ RS കോൺഫിഗറേഷൻ പോലും കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. Now 40B. Now 41, which of the following compound would act as the strongest nucleophile in protic solvent? ഇവിടെ സോൾവെന്റ് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് protic solvent? protic solvent ലൈക്ക് വാട്ടർ, എത്തനോൾ, ഇവരൊക്കെ എന്താണ്? H+നെ വിട്ടുകൊടുക്കുന്ന സോൾവെന്റ്, protic solvents ആണ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയോഫിലിസിറ്റിയുടെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ സ്ട്രെങ്തൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ H2O OH- ആരായിരിക്കും കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ളത്? ന്യൂട്രൽ ആണോ ചാർജ്ഡ് ആണോ? ഓഫ് കോഴ്സ് എന്തായിരിക്കും? OH- ആയിരിക്കും. കാരണം എന്താ? കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഇവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ഡൊണേറ്റ് ദി ലോൺ പെയർ ഓർ നെഗറ്റീവ് ചാർജ് അല്ലേ? ഇനി അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? OH- CH3O-ഉമാണ്. CH3O- ന്യൂക്ലിയോഫിലിസിറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രോട്ടിക് സോൾവെൻ്റ് ആണ് അല്ലേ? കമ്പയർഡ് ടു CH3O-ൻ്റെ സൈസ് എന്താണ്? സൈസ് ആക്ച്വലി സ്മോൾ ആണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടിക് സോൾവെൻ്റ് വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും?
H2O വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, സറൗണ്ട് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ ഹൈഡ്രേഷൻ H2 ആണെങ്കിൽ ഇവിടെ എന്ത് നടക്കും, സോൾവേഷൻ നടക്കും. അങ്ങനെയാണെങ്കിൽ ബേസിക്കലി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവരുടെ ന്യൂക്ലിയോഫിലിസിറ്റി റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ വരികയാണെങ്കിൽ ഇവരുടെ ന്യൂക്ലിയോഫിലിസിറ്റി എന്ത് ചെയ്യാൻ ഇവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാകുമ്പോൾ ഇവരുടെ ന്യൂക്ലിയോഫിലിസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആൻസർ എന്ത് വരും, യെസ്, ഓപ്ഷൻ ഡി. നൗ 42 അഗെയിൻ വുഡ്സ് റിയാക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ 44th ക്വസ്റ്റ്യൻ അല്ലേ, 44th ക്വസ്റ്റ്യനിൽ, അതായത് മേ ബി ഇത് തേർഡ് സെഷൻ ആയിരിക്കും, തേർഡ് സെഷനിൽ തേർഡ് ടൈപ്പിൽ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്, യെസ്, ഓപ്ഷൻ സി ആയിരിക്കും, 42C. ദ യൂസ് ഓഫ് സോഡിയം മെറ്റൽ ഇൻ ദ റിയാക്ഷൻ ഫെസിലിറ്റേറ്റ് ദി കപ്ലിംഗ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ടു ഫോം വോട്ട്, ഹയർ ആൽക്കൈൽ, 42C. 43 അക്കോർഡിംഗ് ടു ബെയേഴ്സ് സ്ട്രെയിൻ തിയറി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് കേട്ടോ. ബെയേഴ്സ് സ്ട്രെയിൻ തിയറി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മോസ്റ്റ് അക്യുറേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സൈക്ലോപ്രൊപ്പൈൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ബിക്കോസ് ഓഫ് ആംഗിൾ സ്ട്രെയിൻ. ഓക്കെ, മോസ്റ്റ് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ് കേട്ടോ, അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ബിക്കോസ് ഓഫ് വോട്ട്, ബിക്കോസ് ഓഫ് ആംഗിൾ സ്ട്രെയിൻ. 60 ഡിഗ്രി ആണ് ഇവരുടെ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഇസ് റോങ്. ഇനി നോക്കൂ, ഓപ്ഷൻ സി ഒന്ന് നോക്കാം, ബി നമുക്ക് പറയാം കേട്ടോ. സൈക്ലോഹെക്സൈൻ ഈസ് അൺസ്റ്റേബിൾ ഇൻ ഇറ്റ്സ് ചെയർ ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൈക്ലോഹെക്സൈൻ ആക്ച്വലി ഇസ് മോസ്റ്റ് സ്റ്റേബിൾ. സൈക്ലോഹെക്സൈൻ ആക്ച്വലി എന്താണ്, മോസ്റ്റ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഹസ് ലീസ്റ്റ് ആങ്കിൾ ആൻഡ് ടോർഷണൽ സ്ട്രെയിൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, തെറ്റാണ്. ഇവിടെ അൺസ്റ്റേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇതെന്താണ്, സ്റ്റേബിൾ ആണ്. ഇനി ഓപ്ഷൻ ഡി ഒന്ന് നോക്കിയേ, ബെയേഴ്സ് സ്ട്രെയിൻ തിയറി സജസ്റ്റ് ദാറ്റ് സൈക്ലോ ആൽക്കെയിൻ വിത്ത് മോർ ദാൻ 6 കാർബൺസ്, അതായത് 7 കാർബൺസ് ഒക്കെ ഉള്ളത്, അതായത് സൈക്ലോ ഹെക്ടെയിൻ ഒക്കെ പോലെയുള്ളത്, എക്സിബിറ്റ് ലെസ് സ്ട്രെയിൻ. എഗെയിൻ റോങ് ആണ്. എന്താണ്, ഇറ്റ് എക്സിബിറ്റ് മോർ സ്ട്രെയിൻ. ആറിൽ കൂടുതൽ കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തായിരിക്കും, കൂടുതൽ സ്ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ആ ഓപ്ഷനും എന്താണ്, തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആക്ച്വലി കറക്റ്റ്. സൈക്ലോബ്യൂട്ടൈൻ വൈൽ ഹാവിംഗ് സം ആംഗിൾ സ്ട്രെയിൻ ക്യാൻ അഡോപ്റ്റ് നോൺ പ്ലാനാർ കൺഫർമേഷൻ ദാറ്റ് എലിവിയേറ്റ്സ് സം ടോർഷണൽ സ്ട്രെയിൻ. അതായത് സൈക്ലോബ്യൂട്ടൈൻ എന്ത് ചെയ്യും, പക്കേർഡ് സ്ട്രക്ചറിലേക്ക് മാറിയിട്ട് ഇവരുടെ സ്ട്രെയിൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ ബി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 44, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഈവൺ മെക്കാനിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ SN1 പോലെ തന്നെ E1നെ കണക്കാക്കുക. ഓക്കെ, അതായത് റിലേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് SN1 എത്ര സ്റ്റെപ്പായിരുന്നു, 2 സ്റ്റെപ്പായിരുന്നു. അപ്പോൾ അതേപോലെ E1ഉം എന്തായിരിക്കും, 2 സ്റ്റെപ്പാണ്. സിംഗിൾ കൺസേർട്ടഡ് എന്താണ്, തെറ്റാണ്. ഇനി അടുത്ത നോക്കൂ, ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 സ്റ്റെപ്പ്, ആക്ച്വലി കറക്റ്റ് ആണ്. നോക്കൂ എങ്ങനെയാണ് വരിക, CH3 Br. ആദ്യം എന്ത് ചെയ്യും, ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോണിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും, CH3 പ്ലസ് എന്ന് വരും. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും, യെസ്, ബീറ്റ. ദിസ് ഇസ് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ ആണ്. അടുത്ത എന്തായിരിക്കും, ബീറ്റ ഹൈഡ്രജൻ്റെ അബ്സ്ട്രാക്ഷൻ വന്നുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഒരു ആൽക്കീനിൻ്റെ ഫോർമേഷൻ ഉണ്ടാകും. ഓക്കെ, വിൽ ഗെറ്റ് വോട്ട്, ആൻ ആൽക്കീൻ, C ഡബിൾ ബോണ്ട് CH3 എന്നുള്ള രീതിയിൽ വരും. സോ ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 സ്റ്റെപ്സ്, ഫോർമേഷൻ ഓഫ് എ കാർബോകാറ്റോൺ ആൻഡ് ദെൻ വോട്ട്, ഡി പ്രോട്ടണേഷൻ എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും. ഓപ്ഷൻ ബി എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. നൗ ഓപ്ഷൻ സി നോക്കി, ഇറ്റ് ഈസ് ഫേവേർഡ് ബൈ സ്ട്രോങ് ബേസ്. E2 ആണ് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ബേസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 45, ഈ ക്വസ്റ്റ്യനിലും ആക്ച്വലി എനിക്ക് കുറച്ചൊരു ഡൗട്ട് ഉണ്ട്, അതായത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതായത് നോക്കൂ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രൈമറി അമൈൻ, ലെറ്റ്സ് സേ ഞാൻ എന്തെടുക്കുകയാണ്, CH3 CH2 NH2 എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, പ്രൈമറി അമൈൻ. ഇത് കണ്ടിട്ട് ഹോഫ്മാൻ ബ്രോമമൈഡ് ആണോ എന്ന് വിചാരിക്കരുത്. ഇതെന്താണ്, ഹോഫ്മാൻ എലിമിനേഷൻ ആണ്, ആൽക്കീനിൻ്റെ ഫോർമേഷൻ ആണ്. ഓക്കെ, അമൈഡൊന്നും തന്നിട്ടില്ല. ഓക്കെ, ഇവിടെ Br2മായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആക്ച്വലി ആദ്യം CH3 CH2
NH2 പ്ലസ് Br മൈനസ്. എനിക്ക് തോന്നുന്നു PSC ഇത് കൊടുത്തിരിക്കുന്ന ആൻസർ കീ സി ആണ്. അതായത് ദ റിയാക്ഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്വാട്ടേണറി അമോണിയം സോൾട്ട്. ആക്ച്വലി ഇവിടെ എന്താണ് ഒരു ക്വാട്ടേണറി, അതായത് നൈട്രജൻ എത്ര വാലൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 4 ആണ്. അപ്പോൾ എന്തായിരിക്കും ഇതൊരു ക്വാട്ടേണറി അമോണിയം സോൾട്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും ഇവിടെ ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കും. ഓക്കെ, ഡീഹൈഡ്രോ ഹാലജനേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കീൻ കിട്ടും. അതായത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നുള്ള രീതിയിൽ ആൽക്കീൻ കിട്ടും. സോറി, എന്ത് കിട്ടും? ആൽക്കീൻ കിട്ടും. അപ്പോൾ ഈ ഓപ്ഷൻ ആക്ച്വലി കറക്റ്റ് ആണ്. പക്ഷേ അടുത്ത ഓപ്ഷൻ കണ്ടോ നിങ്ങൾ? ദ റിയാക്ഷൻ പ്രൊഡ്യൂസസ് ആൻ ആൽക്കീൻ വിത്ത് ദ റിലീസ് ഓഫ് നൈട്രജൻ ഗ്യാസ്. യെസ്, ഇവിടെയുള്ള ഈ നൈട്രജൻ എന്താവും എന്നറിയോ? ഓക്കെ, അതായത് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇയാൾ എന്ത് ചെയ്യും? ആൽക്കീൻ ആവും. ഇനി ഇതെന്താവും? ഡീഹൈഡ്രോ ഹാലജനേഷൻ നടക്കും. പക്ഷേ ഈ നൈട്രജൻ എന്താണ്? ഈ നൈട്രജൻ, അമൈനിലുള്ള ഈ നൈട്രജൻ എന്താകും? നൈട്രജൻ ഗ്യാസ് ആയിട്ട് എലിമിനേറ്റ് ആവും. ആക്ച്വലി ദിസ് ഇസ് ആക്ച്വലി ഒരു കീ തിങ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ബാക്കിയുള്ള എലിമിനേഷൻ മെക്കാനിസത്തിൽ നിന്ന് ഹോഫ്മാൻ എലിമിനേഷൻ എങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഗ്യാസിൻ്റെ എവല്യൂഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ഡിയും കറക്റ്റായിട്ട് വരണമെന്ന്. The reaction produces an alkene and releases nitrogen gas as a byproduct due to the loss of amine nitrogen. So I have a bit of confusion here. Okay, 46. In the hydration of alkenes. ഈ ക്വസ്റ്റിനും അഗെയിൻ എന്താണ് ഇവർ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് പറയാം. 1 പ്രൊപ്പനോൾ ആൻഡ് പ്രൊപ്പൻ 1 ഓൾ. ഓക്കെ, 2 പ്രൊപ്പനോൾ ആൻഡ് പ്രൊപ്പൻ 2 ഓൾ. ഐ ഡോണ്ട് നോ വോട്ട് ടു സേ. സി, രണ്ടും സെയിം തന്നെയാണ് അല്ലേ? ഇവർ കൊടുത്തിരിക്കുന്നത് ബേസിക്കലി എന്താണ്? 2 പ്രൊപ്പനോൾ ആണ്. അഗെയിൻ പ്രൊപ്പൻ 2 ഓൾ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അതായത് നമ്മൾ നെയിം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, വേർഡ് റൂട്ട് പ്ലസ് നമ്പർ പ്ലസ് സഫിക്സ് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ നെയിം ചെയ്യുക. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഇവരെന്താണ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. 2 പ്രൊപ്പനോളും പ്രൊപ്പൻ 2 ഓളും സെയിം തന്നെയാണ്. അപ്പോൾ എനിക്കറിയത്തില്ല. സോ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. നോക്കൂ, C3 പ്രൊപ്പൻ. ഇനി ഇതിന് സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ മിക്കവാറും പ്രൊപ്പൻ 2 ഓൾ ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക. ഇതാ ഇങ്ങനെയാണ്, പ്രൊപ്പീനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് വാട്ടർ ആഡ് ചെയ്താൽ സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും? പ്രൊപ്പൻ 2 ഓൾ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. CHOH. ഓക്കെ, സോ അഗെയിൻ this becomes a confusion. Yeah. 47. In the Diels-Alder reaction. ഇതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 47 എന്താണ്? ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ബോണ്ട് എന്തായിരിക്കണം? സിസ് പൊസിഷനിലായിരിക്കണം, അല്ലെങ്കിൽ സിസ് എന്ന്, സിസ് പൊസിഷൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ ഡൈൻ കമ്പോണൻറ്റ് മസ്റ്റ് ബി എന്താണ്? ഒക്കെ സിസ് കോൺഫിഗറേഷൻ ആണ്. കണ്ടോ, 8 മാസങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. നോക്കൂ, ഒരുപാട് എക്സാമ്പിൾസും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യും, അതായത് സിസ് കോൺഫിഗറേഷൻ ഉള്ളത്. അടുത്ത ഇതിൽ ട്രാൻസിൻ്റെയും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. യെസ്, 47C. Now 48. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റ് ഇൻ ഓർത്തോനൈട്രോഫിനോൾ ബട്ട് നോട്ട് ഇൻ മെറ്റാ ആൻഡ് പാരാനൈട്രോഫിനോൾ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യമായി ഇത് വരയ്ക്കുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അതായത് ദിസ് ഇസ് OH ആൻഡ് ദിസ് ഇസ് വോട്ട് N. ഇങ്ങനെ നമുക്ക് എന്തുണ്ടാവും? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. ഇനി ഡ്യൂ ടു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് സിമ്പിൾ ഫിനോൾ എക്സിസ്റ്റ് ആസ് അസോസിയേറ്റഡ് മോളിക്യൂൾസ് വിത്ത് ഹയർ ബോയിലിംഗ് പോയിന്റ്സ്. ഓക്കെ, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും, അസോസിയേഷനും ഉണ്ടാകും. ഇനി ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓർത്തോനൈട്രോഫിനോൾ ഇസ് ലോവർ കമ്പയർഡ് ടു മെറ്റ ആൻഡ് പാര. കറക്റ്റ് ആണ്. അതായത് ഇവരുടെ പാര വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട് മെറ്റ, ദെൻ കംസ് വോട്ട് ഓർത്തോ. ഓർത്തോന് ഏറ്റവും കുറവാണ്. പാരയിൽ എന്താണ്? പാരയിൽ ബേസിക്കലി ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. പാരയിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഓർത്തോയിലാവുമ്പോൾ ഇൻട്രയാണ്. സോ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി. Now question number 49. Arrange the following compounds in the increasing order of acidity. എന്താണ്? പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അസിഡിറ്റി എന്താവും? ഇൻക്രീസ് ചെയ്യും. അസിഡിറ്റി ഇൻക്രീസസ്. അപ്പോൾ എന്തായിരിക്കും? ദിസ് ഇസ് 1 2 3. ദിസ് ഇസ്
വെരി സ്ട്രോങ്ലി ഹൈലി അസിഡിക് ആണ് കേട്ടോ, പിക്രിക് ആസിഡ്. ദിസ് ഇസ് കോൾഡ് വാട്ട്? 2,4,6 ട്രൈനൈട്രോഫിനോൾ, പിക്രിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ഏറ്റവും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടി. സി എ, ഇവിടെ 2 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ. സി എ ബി ആൻഡ് ഡി. 49 സി. Now 50. Arrange the following amino acids in the decreasing order of their basicity. എന്താണ് ഇവിടെ ബേസിക് സ്ട്രെങ്ത്? എന്താണ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ദി അബിലിറ്റി ടു ഡൊണേറ്റ്, ദി അബിലിറ്റി ടു ഡൊണേറ്റ് ലോൺ പെയർ ഓൺ നൈട്രജൻ ആറ്റം ആണ് അല്ലേ, നൈട്രജൻ ആറ്റം. ലൂയിസ് ബേസിക് സ്ട്രെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇതാ ഈ CH3 സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് അല്ലേ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ എത്രയേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ നന്നായിട്ട് എവിടെയായിരിക്കും, ആർക്കായിരിക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ എ ആയിരിക്കും. ദെൻ കംസ് സി, ദെൻ കംസ് വോട്ട്? ബി. ഓക്കെ, സോ 50A. Now 51. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ചെയ്തിട്ടുണ്ടാവും. HCl ആണ് ബൈ പ്രൊഡക്റ്റ്. അതായത് ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഇതാ ഇവിടെ ഒരു Cl കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് എന്ത് വേണം? ഒരു H വേണം. ബാക്കിയുള്ളത് എന്താണ്? NCH3 ഇവിടെ അറ്റാച്ച് ചെയ്തത് കാണാം. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി. ഒന്നും തന്നെ എനിക്ക് ഡിസ്കസ് ചെയ്യാനില്ല. 51 ഡി. Now 52. When vapors of secondary alcohols are passed over copper. ഇതെന്താണ് നോക്കൂ, സെക്കൻഡറി ആൽക്കഹോൾ ആണ്. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ CU bar 573 കെൽവിൻ, 573 കെൽവിൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ എന്തായിരിക്കും? ആൽഡിഹൈഡ് നമുക്ക് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. ടേഴ്ഷറി ആൽക്കഹോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആൽക്കീൻ കിട്ടും എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, ഓപ്ഷൻ സി. Now question number 53. Identify the reagent Y. നോക്കൂ, ഫിനോൾ ആണ്. ഇവിടെ എന്താണ്? സാലിസിൽ ആൽഡിഹൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? റീമർ ടീമൻ റിയാക്ഷൻ ആണ് അല്ലേ, റീമർ ടീമൻ റിയാക്ഷൻ. ഞാൻ കോൾബ്സ് റിയാക്ഷൻ പറഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് കോൾബ്സ് റിയാക്ഷൻ? നോക്കൂ, OH COH, സാലിസിലിക് ആസിഡ്. ഇവിടെ എന്തായിരിക്കും? സാലിസിൽ ആൽഡിഹൈഡ് അല്ലേ, സാലിസിൽ ആൽഡിഹൈഡ്. ഓക്കെ, ആൻഡ് ദ റിയേജൻ്റ് എന്തായിരുന്നു? CHCl3 ആൽക്കഹോളിക് KOH. ഇവിടെയുള്ള ഇൻ്റർമീഡിയറ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ. സാലിസിൽ ആൽഡിഹൈഡിൻ്റെ റീമർ ടീമൻ്റെ ഡൈക്ലോറോ കാർബീൻ. ഇൻ്റർമീഡിയറ്റ് എന്താണ്? ചോദിക്കുന്നതാണ് കേട്ടോ. ഇൻ്റർമീഡിയറ്റ് അടുത്ത എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. ഇൻ്റർമീഡിയറ്റ് എന്താണ്? ഡൈക്ലോറോ കാർബീൻ ആണ്. ഓക്കെ, അടുത്ത എക്സാംസ് ഇനി നിങ്ങൾക്ക് ജൂനിയർ കെമിസ്റ്റ് ഫിംഗർ പ്രിൻ്റ് ഒക്കെ വരുന്നുണ്ട്, അനലിസ്റ്റിൻ്റെ പോസ്റ്റ് വരുന്നുണ്ട്. ഇതിലൊക്കെ ചോദിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ആൻഡ് ബൈ ദ വേ ഈ എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൽ അറ്റോമിയ ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്പിൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കി നോക്കൂ. ഓക്കെ, എനിവേ ക്വസ്റ്റ്യൻ നമ്പർ 54. വാൾഡൺ ഇൻവേർഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? SN2 റിയാക്ഷൻ. 54B. Now 55. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഹാൻഷ് റിയാക്ഷൻ ആണ്. എന്താണ്? ബീറ്റ ഡൈകാർബണൈൽ കോമ്പൗണ്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യണം? യെസ്, അമോണിയവും അതേപോലെ ഒരു കാർബണൈൽ കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. Now 56. Again, which of the following statement is false എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ SN1 SN2 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കണ്ടു നോക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. SN2 പ്രോസസ് is suppressed in presence of polar aprotic solvent എന്നാണ് പറഞ്ഞിരിക്കുന്നത്, which is actually എന്താണ്? റോങ് ആണ്. പോളാർ അപ്രോട്ടിക് സോൾവൻസിലായിരിക്കും SN2 റിയാക്ഷൻ നടക്കുക. SN1 റിയാക്ഷൻ ആണ് ആക്ച്വലി എന്ത്? പോളാർ പ്രോട്ടിക്. അപ്പോൾ ഇത് സപ്രസ് അല്ല, ഫേവർ ആണ് ചെയ്യുക. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓൺലി എ എന്ന് വരും. ഓപ്ഷൻ എ. ഇതെന്താണ്? ഇത് കറക്റ്റാണ്. ഓക്കെ, നൗ 57 എന്താണ്? ഈ ക്വസ്റ്റ്യൻ സ്ക്രോപ്പ് റിയാജൻ സിന്തസിസ് ഓഫ് ക്വിനോളിൻ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇവിടെ ഇതേപോലെ ഒരു റിയാക്ഷനാണ്. എന്താണ്? ക്വിനോളിൻ്റെ സിന്തസിസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫ്രിഡ്ലാൻഡേഴ്സ് സിന്തസിസ് ആണ്. അഗെയിൻ ഇത് തന്നെയായിരിക്കും. നിങ്ങളിവിടെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, 58. എമംഗ് ദി 3 ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് വിച്ച് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് അരോമാറ്റിസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം. ഇതെല്ലാം എന്താണ്?
ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ് അല്ലേ. ആൻഡ് ദിസ് ഇസ് തയോഫീൻ ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എന്താണ് പൈറോൾ ആൻഡ് വി ഹാവ് വോട്ട് ഫ്യൂറാൻ. ദിസ് ഇസ് ഫ്യൂറാൻ, ദിസ് ഇസ് തയോഫീൻ. ഓക്കെ, തയോഫീൻ, പൈറോൾ ആൻഡ് ഫ്യൂറാൻ. ഇനി നോക്കൂ ഇവിടെ എന്താണ് ഈ അരോമാറ്റിസിറ്റി. ബേസിക്കലി ഈ ലോൺ പേയേഴ്സിന് എത്ര നന്നായി കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, ഈ ലോൺ പേയേഴ്സിന് എത്ര നന്നായി കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇവരെന്തായിരിക്കും അരോമാറ്റിക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് ഇവർ വിട്ടുകൊടുക്കണം അല്ലേ. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ ഡൊണേറ്റ് ചെയ്യുമോ? ഇല്ല. ഇവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്, ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യത്തില്ല, നല്ല രീതിയിൽ വിട്ടുകൊടുക്കത്തില്ല. നല്ല രീതിയിൽ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏറ്റവും കുറവ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണ്, സൾഫറിനാണ്. അപ്പോൾ തയോഫീൻ എന്തായിരിക്കും, ഏറ്റവും കൂടുതൽ എന്തായിരിക്കും അരോമാറ്റിസിറ്റി ഉണ്ടാവും. ദെൻ കംസ് വോട്ട് പൈറോൾ, ദെൻ കംസ് വോട്ട് ഫ്യൂറാൻ. സോ ഓപ്ഷൻ എ. നൗ 59 ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് മീത്തൈൽ മഗ്നീഷ്യം അയഡൈഡ്. എന്താണ് MEmGi, ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ആണ്. സിംപ്ലി നിങ്ങൾ ആഡ് ചെയ്യുക, എന്ത് കിട്ടും, ഈ മീത്തൈൽ ഇവിടെ വരും, CH2 എന്ത് വരും, അഗെയിൻ വിൽ ഹാവ് OH. O- എന്താവും, യെസ് H+നെ അബ്സ്ട്രാക്ട് ചെയ്തോളും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും, ഈത്തൈൽ ആൽക്കഹോൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നൗ 60 അഗെയിൻ ഇതെന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഈ ഓക്സിജനും അമോണിയ ആൻഡ് അമോണിയ ഡെറിവേറ്റീവ്സിൻ്റെത്. ഓക്കെ, അമോണിയയും അതേപോലെ അമോണിയ ഡെറിവേറ്റീവ്സിൻ്റെയും ഓക്കെ ഡെറിവേറ്റീവ്സ് റിയാക്ഷൻ വിത്ത് ആര്, റിയാക്ഷൻ വിത്ത് കാർബണൈൽ കോമ്പൗണ്ട്സ്. റിയാക്ഷൻ വിത്ത് കാർബണൈൽ കോമ്പൗണ്ട്സ് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, സിംപ്ലി നിങ്ങൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യുക. NH2-ലെ ഈ H2-ഉം ഇവിടെയുള്ള ഓക്സിജനും എലിമിനേറ്റ് ചെയ്യുക, ക്ലബ് ചെയ്ത് കൊടുക്കുക. സിംപ്ലി നമ്മുടെ ആൻസർ വരും ഓപ്ഷൻ എ. നൗ 61 അഗെയിൻ ബെയർ വില്ലിഗർ ഓക്സിഡേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സൈക്ലോഹെക്സനോൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു എസ്റ്റർ നമുക്ക് കിട്ടും. ബേസിക്കലി പറയുകയാണെങ്കിൽ സൈക്ലോഹെക്സനോൺ ആണ്. ഇവിടെ എന്താണ് MCPBA കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ് വിൽ ബി ഗെറ്റിംഗ്, സോറി ഇവിടെ എന്തായിരിക്കും ഒരു ഓക്സിജൻ്റെ ഇൻസേർഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എത്ര കാർബൺ ഉണ്ടാവും, ഒരു 6 കാർബൺ ഉണ്ടാവും. 1 2 3 4 5 6. ഓക്കെ, ഒരു ഓക്സിജൻ എന്ത് ചെയ്യപ്പെടും, ഇൻസേർട്ട് ചെയ്യപ്പെടും. ആൻഡ് ദിസ് ഈസ് കോൾഡ് വോട്ട്, കാപ്രോലാക്ടോൺ. കാപ്രോലാക്ടോൺ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, 61A. Now, question number 62. In a mixed Cannizzaro reaction, ബെൻസാൽഡിഹൈഡും ഫോർമാൽഡിഹൈഡും ഉണ്ട്. നമ്മൾ ഇത് മാത്രമേ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതായത് ബെൻസാൽഡിഹൈഡ്, അതായത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ഒരു ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ സ്ട്രോങ് കോൺസെൻട്രേറ്റഡ് NaOH ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും, ഇതിൻ്റെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡും അതേപോലെ ഇതിൻ്റെ ആൽക്കഹോളും കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, 2 എണ്ണം ഉണ്ട് അല്ലേ. 2 പേരും എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, ബെൻസാൽഡിഹൈഡും ഉണ്ട് ഫോർമാൽഡിഹൈഡും ഉണ്ട്. ഓക്കെ, വി ഹാവ് വോട്ട് ബെൻസാൽഡിഹൈഡ് ആൻഡ് ഫോർമാൽഡിഹൈഡ്. അപ്പോൾ 2 പേർക്കും ആരില്ല, ആൽഫ ഹൈഡ്രജൻസ് ഇല്ല. ബേസിക്കലി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇവിടെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ആരായിരിക്കും കൂടുതൽ നല്ല രീതിയിൽ ആരായിരിക്കും ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിക്കോളൂ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ആരെ അറ്റാക്ക് ചെയ്യും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു ന്യൂക്ലിയോഫൈൽ വരുന്നു, ആരെ അറ്റാക്ക് ചെയ്യും, ഓഫ് കോഴ്സ് ഇവരെ വന്നിട്ട് അറ്റാക്ക് ചെയ്യും അല്ലേ. കാരണം എന്താണ്, ഇവിടെ ആരും തന്നെ ഡൊണേറ്റ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഫിനൈൽ എന്ത് ചെയ്യും, കുറച്ചെങ്കിലും ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് കൺവേർട്ട് ആവും,
ഇതിൻ്റെ കറസ്പോണ്ടിങ് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫോർമാൽഡിഹൈഡ് എന്തായിരിക്കും? ഫോർമിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതെന്തായിരിക്കും? ഇത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യും, വിച്ച് ഇസ് ബേസിക്കലി ബെൻസൈൽ ആൽക്കഹോൾ. ഓക്കെ, ബെൻസൈൽ ആൽക്കഹോൾ. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 62 ബി. Now 63, what is a major product formed when ethyl acetate? എന്താണ് ethyl acetate ഫോർമുല? നോക്കൂ, this is actually acetate. Okay, and we have what? C2H5. This is, ഇതാണ് acetate, ethyl acetate. എന്ത് ചെയ്യുന്നു? When reflexed with the sodium ethoxide in ethanol followed by acidification. പ്രൊഡക്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോക്കൂ, ഇവിടെ എന്ത് സംഭവിക്കുക? COOC2H5. അതായത് 2 മോളിക്യൂള് ഇവിടെ സെൽഫ് കണ്ടൻസേഷൻ നടക്കും. ഇവിടെ എന്തായിരിക്കും? സെൽഫ് കണ്ടൻസേഷൻ നടക്കും. ആൻഡ് ഇവിടെ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം എത്തോക്സൈഡ്. സോഡിയം എത്തോക്സൈഡ് എന്ന് പറയുമ്പോൾ CH3CH2, സോഡിയം എത്തോക്സൈഡ്. ഓക്കെ, സെൽഫ് കണ്ടൻസേഷൻ ഇവിടെ നടക്കും. സെൽഫ് കണ്ടൻസേഷൻ. ഓക്കെ, എന്നിട്ട് ആൽക്കഹോൾ എലിമിനേറ്റ് ആവും. C2H5OH. എന്ത് കിട്ടും നമുക്ക്? CH3 C ഡബിൾ ബോണ്ട് O CH2 C ഡബിൾ ബോണ്ട് O. ഇതേപോലെ ക്ലബ് ചെയ്ത് എഴുതുക കേട്ടോ. C2H5. ദിസ് ഈസ് കോൾഡ് വാട്ട്? ഈത്തൈൽ അസെറ്റോ അസറ്റേറ്റ്. EAA എന്നൊക്കെ നമ്മൾ എഴുതും. ഈത്തൈൽ അസെറ്റോ അസറ്റേറ്റ്. ഇതിൻ്റെ മെക്കാനിസം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈത്തൈൽ. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ. എന്താണ് ഇവിടെ? സെൽഫ് കണ്ടൻസേഷൻ ആയിരിക്കും 2 മോൾ ഉപയോഗിച്ചിട്ട് നടക്കുക. യെസ്. 64. എഗെയിൻ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. സിട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, ഇതാണ് സിട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. COH COH CH2 കാര്യങ്ങൾ സെയിം ആണ്. റിഫ്ലക്സ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ഓപ്ഷൻ ഡി. 65. വാട്ട് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഇസ് ടിപ്പിക്കലി ഫോംഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് റെഫോമാറ്റ്സ്കി റിയാക്ഷൻ? നോക്കൂ, റെഫോമാറ്റ്സ്കി റിയാക്ഷൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് എപ്പോഴും ഞാൻ പറഞ്ഞതാണ് റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും പഠിച്ചു വെക്കാൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൊഡക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ബീറ്റ ഹൈഡ്രോക്സി എസ്റ്റർ. സിംപ്ലി നിങ്ങളോട് അത് കാണാൻ ഞാൻ പറഞ്ഞതാണ്. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നോക്കൂ, എന്തായാലും നിങ്ങൾ നെയിംഡ് റിയാക്ഷൻസ് പഠിച്ച് തന്നെ പോകണം കേട്ടോ. എങ്ങനെയായാലും ഒരു 2-3 നെയിംഡ് റിയാക്ഷൻസ് എന്തായാലും വരും. ആൻഡ് നിങ്ങൾക്കറിയാം 2-3 മാർക്ക് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ റാങ്ക് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം നെയിംഡ് റിയാക്ഷൻസ് എന്തായാലും പഠിച്ചിട്ട് പോവുക. സിമ്പിളായിട്ട് റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റുമായിരിക്കും ചോദിക്കുക. ഒരുപാട് നെയിംഡ് റിയാക്ഷൻ്റെ ലിസ്റ്റ് അവിടെ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക. 66. നോക്കൂ, കംപ്രസിബിലിറ്റി ഫാക്ടർ സെഡിനെ വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? PV is equal to RT for 1 mol. NRT ആണ്. ഞാൻ 1 mol എടുക്കുന്നു. PV/RT എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ കംപ്രസിബിലിറ്റി ഫാക്ടർ Z അല്ലേ? Z1 ആണെങ്കിൽ അതെന്തായിരിക്കും? ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് ബേസിക്കലി? Z is equal to 1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഗ്യാസ് ബിഹേവ്സ് ആസ് റിയൽ ഗ്യാസ്. ആണോ? ഐഡിയൽ ഗ്യാസ് ആണല്ലേ? നോ. Now Z ലെസ് ദാൻ 1 ആണെങ്കിലോ? ഞാൻ ഓപ്ഷൻ സി ഒന്ന് പറയാം. Z ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ക്വാണ്ടിറ്റി ആയിരിക്കും? അതായത് ഇതാണ് Z അല്ലേ? വിച്ച് മീൻസ് PV ഷുഡ് ബി, അതായത് PV/RT ആണ് Z ഇഫ് Z ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? PV ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വോട്ട്? RT. അതായത് നിങ്ങളുടെ മോളാർ വോളിയം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? മോളാർ വോളിയം ഗ്രേറ്റർ ആയിരിക്കും. അതായത് റിപ്പൽഷൻ ഉണ്ടായതുകൊണ്ട് മോളാർ വോളിയം എന്തായിരിക്കും? കുറച്ചുകൂടെ ലാർജർ ആയിരിക്കും. അപ്പോൾ ഇവരെ കംപ്രസ് ചെയ്യാൻ പറ്റുമോ? വോളിയം കുറച്ചുകൂടെ കൂടുതലാണ്. വിച്ച് മീൻസ് ദാറ്റ് ഗ്യാസ് ഇസ് ലെസ് കംപ്രസിബിൾ. അതല്ലേ? വോളിയം കൂടുതലാണ്, മോളാർ വോളിയം കുറച്ചുകൂടെ കൂടുതലാണ് എന്നാണ് നമ്മൾ ഇതിൻ്റെ ബേസിസിൽ പറയുന്നത്. വിച്ച് മീൻസ് ലെസ് കംപ്രസിബിൾ ആയിരിക്കും. ദാറ്റ് ഗ്യാസ് ഇസ് ലെസ് കംപ്രസിബിൾ ദാൻ ദി ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? അതാണ്. ഇനി Z ലെസ് ദാൻ 1 ആണെങ്കിലോ? Z ലെസ് ദാൻ 1 ആണെങ്കിൽ PV എന്തായിരിക്കും? ലെസ് ആയിരിക്കും അല്ലേ? PV ഈസ് ലെസ്. അതായത് മോളാർ വോളിയം എന്താണ്? കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻഡിക്കേറ്റ് ദാറ്റ് ഗ്യാസ് എസ് എ ലാർജർ മോളാർ വോളിയം എന്നാണ്. കറക്റ്റ് ആണോ? അല്ല. യെസ്. ഇനി ദ കംപ്രസിബിലിറ്റി ഫാക്ടർ ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് ഫോർ എ ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി. Now question number 67.
വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ റിലേഷൻ ബിറ്റ്വീൻ വിസ്കോസിറ്റി ഓഫ് എ ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ. നോക്കൂ, വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ലിക്വിഡ് അല്ല കേട്ടോ. വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് എന്താണ്, കൂടുതൽ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുക. ബേസിക്കലി എന്താവും, അവരുടെ ഫ്ലോ എന്ത് ചെയ്യും, ദ വിസ്കോസിറ്റി ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നോക്കുക, ഇവിടെ എന്താണ്, ഗ്യാസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ലിക്വിഡ് അല്ല കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻ സി. Now 68. What is the significance of the temperature 155 for oxygen gas? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കറിയാം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വോട്ട്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്ര പ്രഷർ കൊടുത്താലും ആ ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലിക്വിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മൾ ബേസിക്കലി ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ലെറ്റ്സ് ഒരു ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്താൽ ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ എന്തായിരിക്കും, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ എബവ് വിച്ച് വി കനോട്ട് ലിക്വിഫൈ റിഗാർഡ്ലെസ് ഓഫ് പ്രഷർ. അതായത് നിങ്ങൾ എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്താലും, 1000-ഓ 10,000-ഓ 10,000-ഓ എന്ത് പ്രഷർ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലിക്വിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഗ്യാസിനെ. ദാറ്റ് ഈസ് കോൾഡ് വോട്ട്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. 68C. 69. Which of the following instrument is commonly used to measure surface tension എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Now question number 70. നോക്കൂ, നമ്മൾ ഡിസ്കസ് ചെയ്ത പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വന്നു അല്ലേ. നോക്കിയേ, സെയിം, ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ നെഗറ്റീവ് ഉള്ള കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ചെയ്തത്. ഇവിടെ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള 2A 3B 2C ആണ് ചോദിച്ചിരിക്കുന്നത്. മില്ലർ ഇൻഡിസസ് എങ്ങനെ, 1/2 ഇൻവേഴ്സ് എടുത്താൽ മതി. ഒരുപാട് കുട്ടിയൊക്കെ ഇതൊക്കെ അറിയാതെ എക്സാമിന് പോകുന്ന കാണാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മില്ലർ ഇൻഡിസസ് ഒക്കെ. എന്ത് ചെയ്യുക, എഗെയിൻ LCM എന്തായിരിക്കും, 6 തന്നെയാണ്. എന്ത് കിട്ടും, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്തായിരിക്കും, 2 3 ആണല്ലോ, 3 2 3 എന്നുള്ള രീതിയിൽ വരും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ, 70D. എത്ര സിമ്പിളാണ് അല്ലേ. 71. എഗെയിൻ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതാ സെയിം ക്വസ്റ്റ്യൻ, ഇവിടെ 69, ഇവിടെ 70. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ അതേ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതുകൊണ്ടാണ് പ്രീവൈക്യൂ ഡിസ്കഷൻ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒരുപാട് തിയറി പഠിക്കുന്നതിലല്ല കാര്യം. നമ്മൾ PSC എക്സാംസിന്, ഓരോ എക്സാംസിനും ഓരോ പാറ്റേൺസ് ഉണ്ടാവും. ആ പാറ്റേൺസ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ CSIR നെറ്റിന് പഠിക്കുന്ന പോലെയൊന്നും ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എന്ത് വേണം, ഇവിടെ PSC എന്താണോ ചോദിക്കുന്നത് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനനുസരിച്ചിട്ടുള്ള തിയറി നമ്മൾ പഠിക്കണം, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 71 എന്താണ്, ബി. നൗ സോലബിലിറ്റി പ്രൊഡക്റ്റ്, എഗെയിൻ ഞാനിത് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്, ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് നോക്കാം. നോക്കൂ, A to B എന്താ പറഞ്ഞിരിക്കുന്നത്, A to B നോക്കൂ, KSP ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, ലെറ്റ്സ് സേ 2A + B - B2 - എന്നുള്ള രീതിയിൽ വരികയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതെന്തായിരിക്കും, ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യാണ്. ഇവിടെ എന്തായിരിക്കും, 2S ആയിരിക്കും, ഇവിടെ S ആയിരിക്കും. KSP എന്തായിരിക്കും, KSP is equal to 2S, ഇവിടെ എന്തായിരിക്കും, സ്ക്വയർ ഉണ്ടാവും അല്ലേ. ഇതാണ് ഇതിൻ്റെ സോലിബിലിറ്റിയാണ്, ഇവിടെ 2S, ഇവിടെ S. അപ്പോൾ ഇതെന്തായിരിക്കും, ഇവിടെ S തന്നെയാണ് റേസ് ടു 1. ഇതാ സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ് റേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്തായിരിക്കും, 4S³ എന്ന് വരും. 4S³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 4 × 10⁻⁻⁹. അപ്പോൾ എന്തായിരിക്കും, ഇതാ 4 വെട്ടിപ്പോയി. S³ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, S³ is 10⁻⁹. S എന്ന് പറഞ്ഞാൽ സോലബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്, സോറി യെസ് സോലബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, S is equal to 10⁻⁻³ എന്ന് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓപ്ഷൻ സി. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 73 ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷനാണ്, നോക്കൂ, ഹെസൻബാൾഷ് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ്, pH is equal to pKa plus log salt by acid. log salt by acid എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സോൾട്ട് എന്താണ്, HA എന്ന് പറയുന്നതാണ് ആസിഡ്, സോൾട്ട് ഏതാണ്, A- ആണ് സോൾട്ട്. ഓക്കെ, അപ്പോൾ pKa എത്ര തന്നിട്ടുണ്ട്,
3.82 തന്നിട്ടുണ്ട്. പി എച്ച് എത്രയാണ് തന്നിരിക്കുന്നത്? 4.82 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ വാല്യൂ ബേസിക്കലി എന്താവണം? 1 ആവണം അല്ലേ? ഈ വാല്യൂ 1 ആവണമെങ്കിൽ ലോഗ് സോൾട്ട് ബൈ ആസിഡിൻ്റെ വാല്യൂ 1 ആകണമെങ്കിൽ എന്താകും? യെസ്, ദിസ് ഷുഡ് ബി 1. അതായത് സോൾട്ട് ബൈ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോൾട്ട് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബൈ എച്ച് എ. ഞാൻ പറഞ്ഞു എ മൈനസ് ബൈ എച്ച് എ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 10 ആയിരിക്കണം അല്ലേ? കാരണം എന്താണ്? ലോഗ് 10 ആണ് 1. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി? നോക്കൂ, വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എ ടു എ മൈനസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്? എ മൈനസ് ടു എച്ച് എ എന്താണ്? 10:1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എ ടു എ മൈനസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് എ മൈനസ് ബൈ എച്ച് എ ആണ് 10:1. അപ്പോൾ എന്തായിരിക്കും? യെസ്, മേ ബി ഇത് ശരിക്കൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മേ ബി തെറ്റിപ്പോവാം. കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായിരിക്കും? 1:10. ഓപ്ഷൻ ഡി. ഓക്കെ, 74 ഫോർ ദ റിയാക്ഷൻ. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ജി. ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 മൈനസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻറ്റ്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ പ്രൊഡക്റ്റിൽ 2 ഉണ്ട്, ഇവിടെ എത്രയാണ്? 5 ഉണ്ട്. 2 മൈനസ് 5 എന്ത് വരും? -3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? കെ പി ഇസ് ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു -3 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കെ പി ഇസ് ഈക്വൽ ടു കെ സി ബൈ ആർ ടി റേസ് ടു 3. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾക്ക്. ആർ ടി റേസ് ടു 3 ഇസ് ഈക്വൽ ടു കെ സി. അപ്പോൾ ഇവിടെ ആരാണ് വലിയ വാല്യൂ? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് കെ സി അല്ലേ? സോ കെ സി ഈസ് ഗ്രേറ്റർ ദാൻ വാട്ട്? കെ പി. ഓക്കെ, ഓപ്ഷൻ എ. നൗ 75. ഈ ക്വസ്റ്റൻ ഒന്നും കണ്ട് പേടിക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദ വേപ്പർ പ്രഷർ ഓഫ് എ പ്യുവർ ലിക്വിഡ് ഇസ് വാട്ടർ 50 millibar. പ്യുവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പി എ നോട്ട് എത്രയാണ്? 50 millibar ആണ്. ഇനി ഇവിടെ എന്താണ്? വെൻ എ സൊല്യൂഷൻ ബി ഈസ് പ്രിപ്പയർഡ് ഇൻ എ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ, ബി ആഡ് ചെയ്തു. എന്ത് ചെയ്തു? എയും ഉണ്ട്, ഇപ്പോൾ ബിയും ഉണ്ട്. ദ വേപ്പർ പ്രഷർ എന്തായി? ഡിക്രീസ് ചെയ്യപ്പെട്ടു, 25 millibar ആയി. അങ്ങനെയാണെങ്കിൽ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് ചോദിച്ചിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് എ, അതായത് പി ടോട്ടൽ എന്തായിരിക്കും? പി ടോട്ടൽ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻറ്റു പി എ നോട്ട് എന്നുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. അല്ലെങ്കിൽ സിംപ്ലി ഇങ്ങനെ എഴുതാം, പി എ നോട്ട് ഇൻറ്റു കൈ എ. ഇങ്ങനെയായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക. രണ്ടും സെയിം ആണ് കേട്ടോ. എന്തായിരിക്കും? 25. പി ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ എന്തായി? 2 പേരുണ്ടാകുമ്പോൾ 25 millibar ആയി. 25 ഇസ് ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും? 50. പി എ നോട്ട് എന്താണ്? 50 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ എന്ത് വരും? യെസ്, മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു 25/50 എന്ത് വരും? 1/2 ഓർ ഇറ്റ് ഇസ് 0.5. 75 എന്തായിരിക്കും? സി. Now 76. The freezing point of a solvent A was lowered by 0.55 degrees Celsius on dissolving 2 gram of a solute B in 100 gram of A. ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അല്ലേ? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ കെ എഫ് എം എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഐ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക? 1 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി എഫ് എന്ത് തന്നിട്ടുണ്ട്? ലോവറിങ് വാല്യൂ ആണ്. ഇവിടെ എന്താണ്? 0.55 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നിങ്ങൾ കെൽവിനിലേക്ക് ആക്കണ്ട കേട്ടോ. ഇത് ലോവറിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. 0.55 തന്നെ എടുത്താൽ മതി, കെൽവിനിലേക്കൊന്നും നിങ്ങൾ കൺവേർട്ട് ചെയ്യണ്ട. ഈസ് ഈക്വൽ ടു എന്ത് വരും? ഐ 1 തന്നെയാണ്. കെ എഫിൻ്റെ വാല്യൂ എത്രയാണ്? 5.5 ആണ്. മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? വെയിറ്റ് ബൈ മൊളാലിറ്റി ഈസ് ഈക്വൽ ടു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, മോളാർ മാസ് ഇൻറ്റു ഗ്രാമിലുള്ള വെയിറ്റ് ഇൻറ്റു 1000 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ വെയിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, 2 gram ആണ് വെയിറ്റ് തന്നിരിക്കുന്നത്. 2 ബൈ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കണം, ഇൻറ്റു 1000 ബൈ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് എത്രയാണ്? 100. അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്തോളൂ, 10. ഓക്കെ, അപ്പോൾ മോളാർ മാസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ 5.5 ബൈ 0.55 ഇൻറ്റു 20 എന്ന് വരും. അഗെയിൻ ഇത് കട്ട് ചെയ്താൽ 10 എന്ന് കിട്ടും, വിച്ച് ഇസ് ബേസിക്കലി എന്താണ്? ഇറ്റ് ഇസ് 200. 76 ഇസ് ബി. Now 77.
നോക്കൂ, ബോയിലിംഗ് പോയിന്റിൻ്റെ ഇലവേഷൻ ആണ്. എഗെയിൻ ഇവിടെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ഇവിടെയും കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. സെയിം സോൾവെൻ്റ് ആണ് T1 ആൻഡ് T2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ ബി എം എന്നുള്ള റിലേഷനാണ്. ദിസ് ഇസ് ആക്ച്വലി എന്താണ്? ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഡെൽറ്റ ടി ബി എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഐനെയും മൊളാലിറ്റീനെയുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മൊളാരിറ്റിയാണ് അല്ലേ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഫോർ ഡൈല്യൂട്ട് സൊല്യൂഷൻ, വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ, നമുക്ക് എന്ത് ചെയ്യാം? മൊളാലിറ്റിയും നമുക്ക് ഈക്വലായിട്ട് എടുക്കാം. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? ബേസിക്കലി മൊളാരിറ്റി എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഡെൽറ്റ ടി ബി ബോയിലിംഗ് പോയിന്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? യെസ്, ഐ വാൻ ഹോഫ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. BaCl2 എന്ന് പറഞ്ഞാൽ BaCl2 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. AlCl3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 ആയിരിക്കും. ഐ വാല്യൂ കൂടുതൽ ആർക്കാണ്? യെസ്, AlCl3ക്കാണ്. അപ്പോൾ എന്തായിരിക്കും? T2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വോട്ട്? BaCl2 T1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ AlCl3 എന്താണ്? T2 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് വിൽ ബി T2. നോക്കൂ, ഡെൽറ്റ ടി ബി ഇലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പ്രപ്പോർഷണൽ ടു വോട്ട്? വാൻ ഹോഫ് ഫാക്ടർ. അങ്ങനെ അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി. നൗ 78, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തെർമോഡൈനാമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. നോക്കൂ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ഈസ് സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു എന്ന് പറയുന്നത് സെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയോ? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എൻ ജി ആർ ടി കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞായിരുന്നു. പ്രൊഡക്റ്റ് മൈനസ് റിയാക്ടൻറ്റ്. ഇവിടെ എത്ര മോളാണ്? 2 മോൾ. ഇവിടെ എത്ര മോളാണ്? 7. 2 മൈനസ് 7 എന്ത് വരും? -5. ദിസ്, അതായത് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു എന്ന് പറയുന്നത് -5 RT എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സെഡ്. ഈ വാല്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ -5 RT ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -5T. R ക്യാൻസൽ ആവും. ടി എന്താണ്? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എന്തായിരിക്കും? -5 ഇൻറ്റു 300 കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. -1500. ഈസി വൺ, റൈറ്റ്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഇതാ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്? ആക്ച്വലി പല കുട്ടികളും തെറ്റിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് ഈ കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ച് പേടിക്കുന്നതാണ്. പക്ഷെ സിമ്പിളാണ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 79, എഗെയിൻ തെർമോഡൈനാമിക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ഇവരുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് C+O2 നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? C+12O2 ഗിവ്സ് വോട്ട്? CO എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം നമുക്ക്. ഇവിടെ എന്താണ്? ഇവിടെ 2 ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനെന്ത് ചെയ്യണം? നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കൂ, ഇവിടെ എന്ത് ചെയ്യുന്നു? 1നെ ഞാൻ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? പുതിയ ഇക്വേഷൻ 2C+2O2 ഗിവ്സ് വോട്ട്? 2CO2 എന്ന് കിട്ടും. അപ്പോൾ എൻ്റെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? -2x കിലോ ജൂൾ ആയിരിക്കും. -2x കിലോ ജൂൾ. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ വൈനെ ഞാൻ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്താൽ എന്ത് കിട്ടും എനിക്ക്? 2CO2 ഗിവ്സ് എന്ത് കിട്ടും? 2CO + O2 എന്ന് എനിക്ക് കിട്ടും. അപ്പോൾ ഡെൽറ്റ എച്ച് സ്വാഭാവികമായിട്ടും എന്താവും? ഇത് റിവേഴ്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ y കിലോ ജൂൾ ആയിരിക്കും. y കിലോ ജൂൾ. ഈ കിലോ ജൂളിനൊക്കെ ഞാൻ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നോക്കി, ഇങ്ങനെ ചെയ്താൽ, ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? ഇതാ, ഇയാളും കട്ട് ചെയ്യും. ഇയാളും എന്ത് ചെയ്യും? ഇതാ, ഒരു ഓക്സിജൻ ഇവിടുന്ന് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ ബേസിക്കലി എൻ്റെ ഇക്വേഷൻ എന്താണ്? 2C+O2 ഗിവ്സ് 2CO എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എനിക്ക് കിട്ടി. 2CO. അപ്പോൾ എൻ്റെ എൻതാൽപ്പി എന്തായിരിക്കും? യെസ്, ദിസ് വിൽ ബി y -2x + y ആയിരിക്കും, അല്ലെങ്കിൽ y - 2x എന്ന് എനിക്ക് എഴുതാം. കാരണം ഞാൻ ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്യുകയാണല്ലോ. ഓക്കെ, അതായത് എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്? ഇവരെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്തായി? -2x ആയി. ഇവരെ ഞാൻ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് y എന്ന് കിട്ടി. -y എന്താവും? y എന്ന് കിട്ടും. എന്നിട്ട് ഞാൻ ഇവരെന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു.
അപ്പോൾ എനിക്ക് 2C പ്ലസ് O2 ഗീസ് എന്താണ് 2CO. 2COൻ്റെ വാല്യൂ എന്ത് കിട്ടുന്നു? y മൈനസ് 2x എന്ന് എനിക്ക് കിട്ടുന്നു. പക്ഷേ ഇത് എത്ര മോളാണ്? 2 മോളാണ്. അപ്പോൾ 1 മോളാണ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? y മൈനസ് 2x/2 എന്നെനിക്ക് ചെയ്യേണ്ടി വരും. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവിടെ 2 മോളാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ y മൈനസ് 2x ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് 1 മോളിൻ്റെതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫോർമേഷൻ ഓഫ് 1 മോൾ ഓഫ് കോമ്പൗണ്ട് ഫ്രം ദെയർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ എന്തായിരിക്കും? എലമെൻ്റൽ ഫോംസ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? മോസ്റ്റ് സ്റ്റേബിൾ ഫോംസിൽ നിന്ന് എങ്ങനെ 1 മോൾ ഉണ്ടാക്കാം? അപ്പോൾ എന്തായിരിക്കും? 2 മോളിന് y മൈനസ് 2x ആണെങ്കിൽ 1 മോളിന് എന്തായിരിക്കും? y മൈനസ് 2x/2. 79A. ക്വസ്റ്റ്യൻ നമ്പർ 18 അഗെയിൻ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യനല്ലേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ, ഡെൽറ്റ എസ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു NR/ln V2/V1 ആണ്. അപ്പോൾ എന്തായിരിക്കും? n എത്രയാണ്? 1 മോൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. R 2 കലോറിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ln ഞാൻ 2.303 ലോഗിലേക്ക് മാറ്റുകയാണ്. ലോഗ് 30/3. അപ്പോൾ ഇതെന്തായിരിക്കും? 30/3 എന്ന് പറയുന്നത് ലോഗ് 10 ആയിരിക്കും. ലോഗ് 10 എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 2 × 2.3 എന്ത് വരും? 4.6. സെയിം ക്വസ്റ്റ്യൻ അല്ലേ നമ്മളിവിടെ ചെയ്തത് അല്ലേ? വളരെ സിമ്പിളായിട്ട് ഇവിടെയും ഇതേപോലെ കട്ട് ചെയ്ത് പോയായിരുന്നു. സിംപ്ലി എന്താണ് നമുക്ക് ആൻസർ കിട്ടും 80. നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടവർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്ന്. എന്തായാലും സന്തോഷം. ഓക്കെ, അഗെയിൻ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെയും ചെയ്തതാണ് അല്ലേ? നോക്കി, വർക്ക് ഡൺ. ഓക്കെ, വർക്ക് ഡൺ ഡ്യൂറിങ് എക്സ്പാൻഷൻ എന്താണ്? -PdV ആണ് അല്ലേ? മൈനസ് പ്രഷർ എത്രയാണ് തന്നിരിക്കുന്നത്? 10⁵5. ഓക്കെ, 10⁵5 തന്നിട്ടുണ്ട്. ഇനി വോളിയം. ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ കാൽക്കുലേഷൻസിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അതായത് സിമ്പിളാണ് കാൽക്കുലേഷൻസ് കേട്ടോ. പ്രഷർ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 × 10⁻⁻5 ആണ്. 1 × 10⁻5 ആണ്. ഓക്കെ, ഇനി ഇനീഷ്യൽ വോളിയം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇനീഷ്യൽ വോളിയം പറഞ്ഞിരിക്കുന്നത് 2 × 10⁻³ ആണ്. 2 × 10⁻³ ഫൈനൽ വോളിയം എത്രയാണ്? നോക്കൂ, ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ഓഫ് ഫൈനൽ വോളിയം 10⁻² ആണ്. അപ്പോൾ വർക്ക് ഡൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? -PdV. അപ്പോൾ നോക്കിയേ നിങ്ങൾ, ഇതാ T എത്രയാണ്? 10⁻5. ഇനി DV ഫൈനൽ വോളിയം 10⁻² മൈനസ് 2 × 10⁻³ ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 10⁻5 അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 10⁻³ പുറത്തെടുക്കുന്നു. ഓക്കെ, ഈ ബ്രാക്കറ്റിൽ നിന്ന് 10⁻³ ഞാൻ പുറത്തെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 10 വരും. 10⁻1. അപ്പോൾ 10⁻³ × 10⁻1 10⁻² കിട്ടും. ഇവിടെ എന്തായിരിക്കും? 2 വരും അല്ലേ? 10⁻³ × 2 എന്തായിരിക്കും? 2 × 10⁻3. അപ്പോൾ എന്ത് കിട്ടും? ബേസിക്കലി 10⁻5 × 10⁻3 എന്ത് കിട്ടും? ഓഫ് കോഴ്സ് ഇവിടെ നെഗറ്റീവ് ഉണ്ടാകും കേട്ടോ. മൈനസ് ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 10⁻2 എന്ന് വരും. ഇവിടെ എന്തായിരിക്കും? 10 - 2 എന്താണ്? 8 ആണ്. ബേസിക്കലി ഇറ്റ് ഈസ് വാട്ട്? 8 × 10⁻2 എന്താണ്? 800 ആണ് അല്ലേ? ദാറ്റ് ഈസ് -800 എന്ന് നമുക്ക് ആൻസർ വരും. ഓപ്ഷൻ ഡി. ഓക്കെ, നമ്മുടെ യൂണിറ്റ് ഇത് തന്നെയാണ്. ബേസിക്കലി ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് ജൂൾ തന്നെയായിരിക്കും കിട്ടുക കേട്ടോ. ഓപ്ഷൻ ഡി, 81D. ഇനി 82 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഹാബർ പ്രോസസ്സ് ആണോ ആണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതായത് പല കുട്ടികളും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റൂഷ്യോമെട്രി ഒക്കെ ഇട്ട് കറക്റ്റ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഹാബർ പ്രോസസ്സ് അല്ല ഇത്. സിംപ്ലി എന്താണ്? NH3 ഗീസ് വോട്ട്? N ഗ്യാസും 3H ഗ്യാസുമാണ്. ഓക്കെ, അപ്പോൾ ബോണ്ട് എനർജി X കലോറിയാണ് തന്നിരിക്കുന്നത്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്തായിരിക്കും? 3X ആയിരിക്കും. 3 ബോണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് എന്തായിരിക്കും? യെസ്, 3 ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 × X 3X. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി 83 എ സബ്സ്റ്റൻസ് ഹാസ് എ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 200 J/°C. 2 kJ ഹീറ്റ് ഈസ് ആഡഡ്. വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ? എന്തായിരിക്കും? Q is equal to C ∆T ആണ് അല്ലേ? ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ∆T എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Q/C ആണ്. എന്താണ്? Q എത്രയാണ്? 2 kJ. 2 × 10⁻³ ജൂൾ.
ഓക്കെ, ബൈ സി എന്താണ് 200, എന്ത് ചെയ്യുക 2000/200 എത്രയായിരിക്കും 10. ഈസി അല്ലേ. 84 ഇതാ യൂണിറ്റ് കണ്ടുപിടിക്കാൻ സീറോ ഓർഡർ റിയാക്ഷൻ്റെ യൂണിറ്റ് ആണ്. ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതേപോലെ കംപ്ലീറ്റ് സോൾവ് ചെയ്തതാണ്. മോൾ പെർ ലിറ്റർ എന്താണ് ഇക്വേഷൻ, മോൾ പെർ ലിറ്റർ റേസ് ടു 1 - n റേസ് ടു സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. 84a. Now 85, the minimum amount of energy that reacting molecule should possess to produce effective collision. ത്രഷോൾഡ് എനർജിയാണ് കേട്ടോ. ആക്ടിവേഷൻ എനർജി എന്ന് കുറേ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ത്രഷോൾഡ് എനർജിയുടെ ഡെഫിനിഷനാണ്. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതാണ് നമ്മുടെ ത്രഷോൾഡ് എനർജി. ഓക്കെ, ഇവിടെ ഈ റിയാക്റ്റൻറ്റ് മോളിക്യൂള് ആക്ച്വലി എന്താണ്, എത്രത്തോളം എനർജി നമ്മൾ എക്സ്ട്രാ കൊടുക്കണം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, ദ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി എന്താണ്, ത്രഷോൾഡ് എനർജി. ഈ എനർജി നമ്മൾ അക്വയർ ചെയ്യണം. യെസ്. 86 എഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, 2N2O5 ഗ്യാസ് തന്നിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പം തന്നെ നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നിങ്ങൾക്കറിയോ? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്, ln AT/A0 is equal to -KT. ഇനി ഇതിനെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അറിയാമെങ്കിൽ എന്തായിരിക്കും, യെസ്, ലോഗ് AT മൈനസ് ലോഗ് A0 is equal to -KT/2.303 എന്നൊക്കെ വരും. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇവിടെ എന്താ ഞാൻ ചെയ്തത്, ഈ ln-നെ 2.303 ലോഗ് ആക്കുന്നു, ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ലോഗ് AT is equal to -KT/2.303 പ്ലസ് ലോഗ് A0 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് an equation of what, y is equal to mx plus c അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും, ലോഗ് AT വേഴ്സസ് ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് നമുക്ക് വരും. അപ്പോൾ ബേസിക്കലി ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഓപ്ഷൻ ഡി. 87, the rate of reaction increases with the increase in temperature. This is mainly due to എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മോളിക്യൂൾസിൻ്റെ എനർജി എന്താവും, ഇൻക്രീസ് ചെയ്യും. ഒരുപാട് കൊളീഷൻസ് ഹാപ്പൺ ചെയ്യും. അങ്ങനെ എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കൊളീഷൻ തിയറിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. കൊളീഷൻ തിയറി എന്താ പറയുന്നത്, കൊളീഷൻ തിയറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ്, ഒരു റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ബിക്കോസ് ഓഫ് കൊളിഷൻ ഓഫ് മോളിക്യൂൾസ്, ബിക്കോസ് ഓഫ് കൊളിഷൻസ്. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും, റേറ്റും കൂടും. 88, the unit of molar absorption coefficient, simple, A is equal to epsilon CL അല്ലേ. എക്ക് യൂണിറ്റ് ഉണ്ടോ, അബ്സോർപ്ഷൻ നോ യൂണിറ്റ് അല്ലേ, നോ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡയമെൻഷൻ അനാലിസിസ് ഇത് നോക്കൂ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മോൾ പെർ ലിറ്റർ, ഇതെന്തായിരിക്കും L സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, ഇയാൾ ക്യാൻസൽ ചെയ്യണം, ഇയാളുടെ യൂണിറ്റ് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും, ലിറ്റർ ഇൻവേഴ്സ് ആണ്, ലിറ്റർ വരും, മോളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇവിടെ എന്ത് വരണം, മോൾ ഇൻവേഴ്സ് വരണം. സെൻറ്റിമീറ്റർ ഉണ്ട്, അപ്പോൾ ഇതെന്തായിരിക്കും, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓപ്ഷൻ എ. 89, the half-life of a reaction is halved when the initial concentration of reactant is doubled. What is the order of reaction? ഇവിടെ നിങ്ങൾക്കൊരു കാര്യം അറിയണം, അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ടി ഹാഫിൻ്റെ റിലേഷൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്, ടി ഹാഫ് ഇസ് ഈക്വൽ ടു A0/2K ആണ്. അതായത് ടി ഹാഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ടി ഹാഫ് ഈസ് ആക്ച്വലി 0.693/K. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നിന്ന് നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കും. ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ, ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, A0⁻1 - n എന്ന് വരും. അതായത് ഇവിടെ നിങ്ങൾ 0 ഇട്ട് കൊടുത്തോ, 0 ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും, ഇതാ
ഇത് 1 ആയിരിക്കും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0. ഇനി ഇവിടെ 1 കൊടുത്താലോ 1 - 1 എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനുമായിട്ട് ഡിപ്പെൻഡൻസി ഇല്ല. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ആൻസർ എന്ത് വരും? n is equal to 2 ആയിരിക്കും. അതായത് നോക്കിയേ, T½ is 1 - 2 എന്ന് വരും. അപ്പോൾ എന്തായിരിക്കും? A0 raised to -1 ആയിരിക്കും. അല്ലെങ്കിൽ ഇതെന്ത് വരും? A0 raised to -1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/A0 ആയിരിക്കും. 1/A0. ഓക്കെ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നിങ്ങൾ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഹാഫ്ഡ് ആസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്ഷൻ ഈസ് ഡബിൾഡ്. അതായത് ഇവിടെ നിങ്ങൾ ഇത് ഡബിൾ ചെയ്തു. അപ്പോൾ T½ എന്തായിരിക്കും? യെസ്, ഇതെന്താവും? ഹാഫ് ആവും. ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? യെസ്, 89B. നൗ 90. നോക്കിയേ, ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് Fe2+ സെല്ലിന് എന്ത് പൊട്ടൻഷ്യലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നേൺസ്റ്റ് ഇക്വേഷൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ n. ഇവിടെ എന്തായിരിക്കും? ഇതാ ഈ Fe2+, കോൺസെൻട്രേഷൻ ഓഫ് Fe2+ റേസ് ടു 2 SN4+. ഇതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായിരിക്കും? ബാക്കിയുള്ളത് എഴുതുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Fe2+. ദാ ഈ കോൺസെൻട്രേഷൻ നിങ്ങൾ ഇൻക്രീസ് ചെയ്തു. ഇവിടെ എന്ത് വേണം? ലോഗ് വേണം കേട്ടോ. ഈ കോൺസെൻട്രേഷൻ നിങ്ങൾ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഈ ലോഗിൻ്റെ വാല്യൂ എന്താവും? ഇൻക്രീസ് ചെയ്യല്ലോ. ഈ ലോഗിൻ്റെ വാല്യൂ ആക്ച്വലി ഇൻക്രീസസ്. ഓക്കെ, അങ്ങനെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ E0 സെല്ലിൽ നിന്ന് എന്താണ്? വാല്യൂ കുറച്ച് ഡിക്രീസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാകുമ്പോൾ ഈ സെൽ എന്താവും? ഡിക്രീസസ് ദി സെൽ EMF. കാര്യം മനസ്സിലാകുന്നുണ്ടോ? അതായത് E0 സെൽ എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. E0 സെല്ല് ഒരു വാല്യൂ ഉണ്ടാവും. ലെറ്റ്സ് സേ 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇയാളും കോൺസ്റ്റൻ്റ് ആയിരിക്കും. 0.059y എന്നും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഈ വാല്യൂ കൂടുകയാണെങ്കിൽ Fe2+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പോൾ ലോഗിൻ്റെ വാല്യൂ, ഈ വാല്യൂ എന്താവും? കൂടും. ഈ വാല്യൂ കൂടുകയാണെങ്കിൽ അത്രത്തോളം ഇവിടെ നിന്ന് എന്താവും? കുറയും. വിച്ച് മീൻസ് ഈ സെൽ EMF എന്താവും? ഡിക്രീസ് ചെയ്യും. 90C. 91. അഗെയിൻ ദിസ് ഇസ് ആൻ ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇവിടെയും നിങ്ങളെ മേ ബി ട്രിക്ക് ചെയ്യാം അവർ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെമിക്കൽ ഷിഫ്റ്റ് ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ സ്കെയിലും അതേപോലെ ടോ സ്കെയിലുമാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഡെൽറ്റ സ്കെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഷിഫ്റ്റ് ഫ്രം TMS എത്രയാണ്? 240 ഹെഡ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ബൈ സ്പെക്ട്രോമീറ്ററിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 60 ആണ്. അപ്പോൾ എന്ത് വരും? 4 എന്ന് വരും. അപ്പോൾ ഒരുപാട് പേര് ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോ സ്കെയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ആക്ച്വലി എന്താണ്? 10 - ഡെൽറ്റയാണ് കേട്ടോ. അതായത് 10 - 4 എന്ന് വരും. വിച്ച് 6 ppm ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. സോ ദാറ്റ് വിൽ ബി 4 and 6 and we don't have any option. 6 and 4 ഉണ്ട്. ബട്ട് സോ sorry, this will be the correct answer. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 92. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി കറക്റ്റ്. എന്താ ചോദിച്ചിരിക്കുന്നത്? സ്പെസിഫിക് കണ്ടക്റ്റൻസും കോൺസെൻട്രേഷനും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നോക്കൂ, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ആണെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ ഡിക്രീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 93. അഗെയിൻ ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഗസ്റ്റിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ അടക്കം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നോക്കൂ, ഇവിടെ ഹൈപ്പർക്രോമിക്കും ഹൈപ്പോക്രോമിക്കും ബാത്തോക്രോമിക്കും ഹിപ്സോക്രോമിക്കും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ഇൻ വേവ് ലെങ്ത് എന്താണ്? ഡിക്രീസ് ആണ്. ഹിപ്സോക്രോമിക് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? എ ഷിഫ്റ്റ് ഇൻ ദി ഷോർട്ടർ വേവ് ലെങ്ത്. ഓക്കെ, ബാത്തോക്രോമിക് ആകുമ്പോൾ ലോങ്ങർ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഹൈപ്പറും ഹൈപ്പോവും. യെസ്. 94. ചൂസ് ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഇൻറ്റൻസിറ്റിയും ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ഇൻറ്റൻസിറ്റി ഓഫ് ആൻ അബ്സോർപ്ഷൻ ബാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. ആക്ച്വലി എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. ഇനി ദ ഇൻറ്റൻസിറ്റി ഓഫ് ആൻ അബ്സോർപ്ഷൻ ബാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ബോണ്ട്. യെസ്, ഓഫ് കോഴ്സ് ആയിരിക്കത്തില്ലേ.
ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബോൺസ് ആയിരിക്കും അല്ലേ? യെസ്. ഇനി അടുത്തെന്താണ്? ദ മോർ ഇറ്റ് ടേക്സ് മോർ എനർജി ടു സ്ട്രെച്ച് എ ബോണ്ട് ദാൻ ടു ബെൻഡ് ഇറ്റ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? കുറച്ചുകൂടെ പൊട്ടൻഷ്യൽ എനർജി ഒക്കെ വേണം റാദർ ദാൻ എന്താണ്? ബെൻഡ് ചെയ്യാൻ. ബെൻഡ് എന്ന് പറയുമ്പോൾ ആംഗുലാർ ഡിസ്റ്റോർഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യണം, ബോണ്ടിനെ സ്ട്രെച്ച് ചെയ്യണം. ഓക്കെ. നൗ ദ ലാസ്റ്റ് വൺ, ദ മോർ പോളാർ ദ ബോണ്ട് ലെസ് IR റേഡിയേഷൻ ഇറ്റ് വിൽ അബ്സോർബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് റോങ്. ഓക്കെ. മോർ പോളാർ എന്തായിരിക്കും? ലാർജ് ആയിരിക്കും അല്ലേ? ലെസ് അല്ല, മോർ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് മോർ IR റേഡിയേഷൻ ഇറ്റ് വിൽ അബ്സോർബ്. ഓക്കെ, അപ്പോൾ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? യെസ്, ഓപ്ഷൻ ഡി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 96 EMF ആണ്. എഗെയിൻ നേൺസ്റ്റ് ഇക്വേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് പറയാം. ഇ സെൽ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ E0 സെൽ മൈനസ് എന്ത് വരും? 0.0591/n ലോഗ് ഇവിടെ എന്ത് വരും? ZNും അതേപോലെ CUൻ്റെ ഇതുമാണുള്ളത്. അപ്പോൾ എന്തായിരിക്കും? ബേസിക്കലി ഇവരുടെ ഇക്വേഷൻ എന്ത് വരും? ZN ഗിവ്സ് ZN പ്ലസ് CU2 പ്ലസ് ഗിവ്സ് എന്ത് വരും? ZN2 പ്ലസ് CU എന്നുള്ള രീതിയിൽ വരും. അതായത് നമ്മുടെ ലോഗിൻ്റെ റൈറ്റ് ബൈ ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ZN2 പ്ലസും ബൈ CU2 പ്ലസ് എന്ന് വരും. ഓക്കെ, നമ്മൾ ബേസിക്കലി ഇത് സോളിഡ് ആയതുകൊണ്ട് ഇവരുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം. E1 നോക്കിയേ, E1 എന്ന് പറയുന്നത് എന്താണ്? ദാ വെൻ കോൺസെൻട്രേഷൻ ഇസ് ZNൻ്റെ കോൺസെൻട്രേഷൻ, ZN2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.01 ആണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ഞാൻ എന്ത് ചെയ്യാണ്? E1 എന്ന് എഴുതുകയാണ്. 0.01 ആണ്. CU2 പ്ലസിൻ്റെ എത്രയാണ്? 1 ആണ്. ഓക്കെ, അതായത് സോറി, E1 is equal to E0 cell minus 0.0591. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ലോഗ് ഇതെന്തായിരിക്കും? 10⁻² ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം ഈ -2 എന്താവും? ഇങ്ങോട്ടേക്ക് വരും. അതായത് ഇവിടെ -2 log 10 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. -2 log 10. അതായത് ഈ മൈനസും എന്താവും? പ്ലസ് ആവും. ബേസിക്കലി നമ്മുടെ ഈ സെൽ എന്തായിരിക്കും? ഈ സെൽ എന്താവുകയാണ് ചെയ്യുക? E0 സെല്ലിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ലേ? E0 സെല്ല് പ്ലസ് ഒരു വാല്യൂ വരും. വിച്ച് മീൻസ് E1 എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിരിക്കും. E1 is equal to E0 സെൽ പ്ലസ് ഒരു വാല്യൂം കൂടെ ഉണ്ട്, ഒരു പോസിറ്റീവ് വാല്യൂ. അപ്പോൾ എന്തായിരിക്കും? E1 is greater than what? E0 സെൽ എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ഇവരുടെ കോൺസെൻട്രേഷൻ മാറ്റി എന്നിട്ട് E2 കണ്ടുപിടിക്കുകയാണ്. E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? E2 is equal to E0 സെൽ മൈനസ് 0.0591/n log ZN2 പ്ലസ്. ഇപ്പോൾ ZN2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ മുന്നേ എന്തായിരുന്നു? 0.01 ആയിരുന്നു. ഇപ്പോൾ എത്രയാണ്? 1 ആണ്. 1 മുകളിൽ CU2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ 1 ആയിരുന്നു. ഇവിടെ എന്തായി? 0.01 ആയി. 0.01. അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഇസ് ആക്ച്വലി 10⁻² ആണ്. ഇത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? 10⁻² ആവും. ഓക്കെ, സിംപ്ലി അങ്ങനെ എഴുതാം. അപ്പോൾ ലോഗ് 10⁻² എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി എന്താണ്? 2 തന്നെയാണ്. E0 സെൽ മൈനസ് 0.0591/n 2 log 10 എന്ന് വരും. ഓക്കെ, ദിസ് വിൽ ബി 2 log 10. ഓക്കെ, അപ്പോൾ ഇത് 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി, E2 എന്ന് പറയുന്നത് എന്താണ്? E0 സെല്ലിൽ നിന്ന് എന്തോ ഒരു വാല്യൂ കുറയ്ക്കുന്നതാണ് അല്ലേ? അതായത് E2 എന്തായിരിക്കും? E2 വിൽ ബി ലെസ് ദാൻ വോട്ട്? E0 സെൽ. അപ്പോൾ E1ഉം E2ഉം തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? E1 E0 സെല്ലിനേക്കാളും കൂടുതലാണ്, E2 എന്താണ്? E0 സെല്ലിനേക്കാളും കുറവാണ്. അപ്പോൾ ബേസിക്കലി എന്തായിരിക്കും? E1 is greater than what? E2. E1 is greater than E2. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കുറച്ചൊന്ന് കാൽക്കുലേഷൻസും കാര്യങ്ങളും അറിയാമെങ്കിൽ നിങ്ങൾക്കും കണ്ടുപിടിക്കാം. നൗ ക്വസ്റ്റ്യൻ നമ്പർ 97. വിച്ച് ഓഫ് ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ വിച്ച് ഓഫ് ദി എലമെൻറ്റ് ക്യാൻ ഓക്സിഡൈസ് ഫ്ലൂറൈഡ് ടു ഫ്ലൂറിൻ? F- F2 ആയിട്ട് നമുക്കൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് വേണം. പക്ഷേ തന്നിരിക്കുന്നതിലൊന്നും തന്നെ എന്തില്ല, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റ് അല്ല. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 98 എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, റെയ്ലി ലൈന്, ആൻറ്റി സ്റ്റോക്സ്,
എന്താണ് സ്റ്റോക്സ് ലൈൻ. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ഹാവ് ഹയർ ഫ്രീക്വൻസി ദാൻ വോട്ട് സ്റ്റോക്സ് ലൈൻസ്. ഓപ്ഷൻ എ. 99 കാൽക്കുലേറ്റ് ദി അയണിക് സ്ട്രെങ്ത്. എഗെയിൻ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നതാണ് അയണിക് സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്. ഹാഫ് സെയിം ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഹാഫ് CI ZI സ്ക്വയർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിഗ്മ. അപ്പോൾ എന്തായിരിക്കും, ഒന്ന് സോൾവ് ചെയ്ത് തരാം. CI എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് 2K പ്ലസ് SO4 2- എന്നായിരിക്കും അല്ലേ. ഇവിടെ സോൾവ് ചെയ്യാം. K2SO4 ആണ് അല്ലേ. K2SO4 gives what 2K പ്ലസ് SO4 2-. അപ്പോൾ കോൺസെൻട്രേഷൻ എന്തായിരുന്നു K2SO4ൻ്റെത് 0.2 ആണ് അല്ലേ. 0.2 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും 0.4 ആയിരിക്കും. രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇവിടെ എന്തായിരിക്കും 0.2. അപ്പോൾ അയണിക് സ്ട്രെങ്ത് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവരുടെ CI കോൺസെൻട്രേഷൻ എന്താണ് 0.4. Z എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജാണ്, Z² പ്ലസ് കോൺസെൻട്രേഷൻ എന്താണ് 0.2 ആണ്. ഓക്കെ, Z എന്താണ് 2 ആണ്, -2 ആണ്, -2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഹാഫ് ഇൻറ്റു 0.4 പ്ലസ് എന്ത് വരും 4.8 എന്ത് വരും 1.2 വിച്ച് ഇസ് വോട്ട് 0.6. ദാറ്റ് ഈസ് സെയിം ഓപ്ഷനാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. എന്നിരുന്നാലും യെസ്, ഓപ്ഷൻ ബി 99B. നൗ മൂവിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100th ക്വസ്റ്റ്യൻ. നമ്മളെല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ELJ ഇസ് ഈക്വൽ ടു RT/F ln A2/A1 T പ്ലസ് മൈനസ് T മൈനസ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് എ എന്ന് പറയുന്നത്, എന്താണ് എ എന്ന് പറയുന്നത് മീൻ അയോണിക് ആക്ടിവിറ്റി ആണ് അല്ലേ. മീൻ അയോണിക് ആക്ടിവിറ്റീസ് ഓഫ് ടു സൊല്യൂഷൻ ആണ്. T പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, T എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതവിടെ കൊടുത്തിട്ടുണ്ട്. മീൻ അയോണിക് ആക്ടിവിറ്റി എന്താണ്, ട്രാൻസ്ഫറൻസ് ആണ് അല്ലേ. ട്രാൻസ്ഫറൻസ് നമ്പർ ആണ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനൈൻ. ഓക്കെ, ഈ ഇക്വേഷൻ അറിയത്തില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതാണ് T പ്ലസ് T മൈനസ്. ഇനി ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കൂ. RT എത്രയാണ് 8.314 ആണ്. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും 298 ബൈ ഫാരഡേ കോൺസ്റ്റൻ്റ് ആണ് 96500. ഓക്കെ, ഇനി A2 തന്നിട്ടുണ്ട് അല്ലേ. A2 എത്രയാണ്, A2/A1 ആണ്. അപ്പോൾ രണ്ട് സോൾവൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും 0.001 ln 0.001 യെസ് 0.001 ഡിവൈഡഡ് ബൈ എന്ത് വരും 0.01. ഓക്കെ, ഞാൻ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതാം, സ്പേസിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇനി എന്തായിരിക്കും T പ്ലസ് ഇൻറ്റു T പ്ലസ് മൈനസ് T മൈനസ് ആയിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കാര്യമുണ്ട്. ട്രാൻസ്ഫറൻസ് നമ്പർ ഓഫ് H പ്ലസ് എത്രയാണ് 0.83 തന്നിട്ടുണ്ട്. T പ്ലസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 0.83. ഇവിടെ എന്തായിരിക്കും T പ്ലസ് മൈനസ് T മൈനസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, T പ്ലസ് മൈനസ് T മൈനസ് ഇതാ ഇവിടെ നിന്ന് ഇക്വേഷൻ. പക്ഷേ T മൈനസ് തന്നിട്ടുണ്ടോ, T മൈനസ് എങ്ങനെ കണ്ടുപിടിക്കാം, T മൈനസ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. 1 മൈനസ് 0.83 എന്ത് വരും 0.17 എന്ന് വരും. അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ബേസിക്കലി എന്ത് വരും T പ്ലസ് മൈനസ് T മൈനസ് എന്ന് പറയുന്നത് 0.83 മൈനസ് 0.17 എന്ന് വരും. ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഇത് സോൾവിങ് കുറച്ച് പാടാണ്. അതായത് ഇതെന്തായിരിക്കും ln നമുക്ക് ലോഗ് 2.303 എന്നൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ സോൾവ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ഓപ്ഷൻ ഡി തന്നെ വരും 0.039 വോൾട്ട് എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ ഡി. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എൻ്റെ കപ്പാസിറ്റി മാക്സിമം ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇനിയും ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഇതേ രീതിയിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഇതേ രീതിയിൽ നിങ്ങൾ പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.